നമസ്കാരം, ഞാൻ ജയശങ്കർ കുറുപ്പ്. കാവുങ്കൽ കല്ലാറ്റ് വീട്ടിൽ തൃശ്ശൂർ ജില്ലയ്ക്ക് കുന്നംകുളത്തിനടുത്ത് കാട്ടകാമ്പാൽ എന്ന് പറയുന്ന ഗ്രാമത്തിൽ രാമപുരത്താണ് ഞാൻ താമസിക്കുന്നത്. കളമെഴുത്തുപാട്ട് എന്ന് പറഞ്ഞൊരു കല ഉപജീവന മാർഗമാക്കി കൊണ്ടു നടത്തുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ ആ കലേനെക്കുറിച്ച് കൂടുതൽ എല്ലാ സാധാരണ ജനങ്ങൾക്കും കൂടി അറിയാവുന്ന രീതിയിൽ മനസ്സിലാക്കി തരുവാനാണ് ഞാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. കളമെഴുത്തുപാട്ട് എന്ന് പറയുന്നത് വളരെ തലമുറകൾക്ക് മുമ്പ് തന്നെ തുടങ്ങിയിട്ടുള്ളൊരു കലേനെ ബേസ് ചെയ്തിട്ടുള്ളൊരു ആചാരമാണ്. അത് ഏത് തലമുറയിലാണ് തുടങ്ങിയതെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഏത് കാലഘട്ടത്തിലാണത് തുടങ്ങിയിട്ടുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വ്യക്തമായിട്ടുള്ളൊരു മറുപടിയൊന്നുമില്ല. പിന്നെ അതിൽ പല കാര്യങ്ങളും പ്രതിപാദിക്കുന്നതെന്ന് പറയുന്നത് രാജഭരണകാലത്തുള്ള സംഭവങ്ങൾ, അതുപോലെ തന്നെ ഈ ഓരോ സമുദായത്തിനെ ബേസ് ചെയ്തിട്ടുള്ള പ്രവൃത്തി ചെയ്യുന്നത്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് അതിൽ പ്രതിപാദിച്ചു വരുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന് ഒരുപാട് വർഷത്തെ പഴക്കമുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കിയെടുക്കാം. പിന്നെ ഈ കളമെഴുത്ത് തന്നെ പല സമുദായങ്ങളിലുള്ള ആളുകളും ചെയ്യുന്നുണ്ട്. ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ എൻ്റെ സമുദായത്തിൽപ്പെട്ട കല്ലാറ്റ് സമുദായത്തിൽപ്പെട്ട കുറുപ്പന്മാർ ചെയ്യുന്ന കളമെഴുത്ത് പാട്ടാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് 18 തരത്തിലുള്ള ശൈവമൂർത്തി കളങ്ങളുണ്ട്. അതുപോലെ തന്നെ ഉത്തമമായിട്ടുള്ള രീതിയിൽ നടത്തുന്ന നാഗക്കളങ്ങളുണ്ട്. അങ്ങനെയുള്ള ചടങ്ങുകളാണ് ഞാൻ ചെയ്തു വരുന്നത്. കളമെഴുത്തുപാട്ട് എന്ന് പറയുന്നത് ചടങ്ങ് നടത്തുമ്പോൾ ആദ്യം ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒരു അരങ്ങ് കെട്ടിയുണ്ടാക്കലാണ്. അത് അരങ്ങ് കെട്ടിയുണ്ടാക്കുന്നതിന് നമ്മുടെ ഇഷ്ടത്തിലുള്ള ഒരു അളവിനനുസരിച്ച് നമുക്കൊരു അരങ്ങ് കെട്ടിയുണ്ടാക്കാൻ പറ്റില്ല. അതിന് ചിട്ടപ്പെടുത്തിയിട്ടുണ്ട്. 3 തരത്തിലുള്ള അളവുകൾ ചിട്ടപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ ഏത് അളവാണോ നമ്മൾ, ഏത് മൂർത്തിക്കാണോ നമ്മൾ കളമെഴുത്തുപാട്ട് നടത്താൻ ഉദ്ദേശിക്കുന്നത്, ആ മൂർത്തിയുടെ രൂപം വരയ്ക്കാൻ അനുയോജ്യമായിട്ടുള്ള അരങ്ങിൻ്റെ അളവ് നമ്മൾ പാകപ്പെടുത്തിയെടുക്കും. ആ അരങ്ങ് കെട്ടിയുണ്ടാക്കിയതിന് ശേഷം കുരുത്തോല, അങ്ങനെയുള്ള മാല, അങ്ങനെയുള്ള ഇതുകൊണ്ടൊക്കെ അലങ്കരിച്ചതിന് ശേഷമാണ് കളമെഴുത്ത് നടത്തുന്നത്. പഞ്ചവർണ്ണപ്പൊടികൾ കൊണ്ടാണ് കളമെഴുത്തുപാട്ട് നടത്തുന്നത്. പഞ്ചവർണ്ണപ്പൊടി എന്ന് പറയുമ്പോൾ എല്ലാം പ്രകൃതിയിൽ നിന്ന് കിട്ടുന്ന പൊടികൾ കൊണ്ടാണ് പൂർണ്ണമായിട്ടും കല്ലാറ്റ് കുറുപ്പന്മാരുടെ കളമെഴുത്തുപാട്ട് നടത്തുന്നത്. പച്ചപ്പൊടി എന്ന് പറയുന്നത് വാഗ അല്ലെങ്കിൽ മഞ്ചാടിയുടെ ഇല ഉണക്കി പൊടിച്ച് എടുക്കുന്നതാണ്. അങ്ങനെയുള്ള ഇലകൾ ഉണക്കി കഴിഞ്ഞാലും അതിൻ്റെ ആ പച്ച കളറ് വിടില്ല. അതുകൊണ്ടാണ് ഈ മഞ്ചാടിയുടെയും വാഗയുടെയൊക്കെ ഇല ഉപയോഗിക്കുന്നത്. മഞ്ഞ കളർ എന്ന് പറയുന്നത് മഞ്ഞൾ പൊടിച്ചുണ്ടാക്കുന്ന മഞ്ഞപ്പൊടിയാണ് ഉപയോഗിക്കുന്നത്. ചുവപ്പ് എന്ന് പറയുന്നത് മഞ്ഞപ്പൊടിയിൽ ചുണ്ണാമ്പ് ചേർത്തിട്ട് അതിനെ ചുവപ്പ് കളറാക്കിയിട്ടാണ് ചുവപ്പ്. പിന്നെ കറുപ്പ് എന്ന് പറയുന്നത് കൃഷ്ണപ്പൊടി അഥവാ കരിപ്പൊടി, ഉമ്മി കരിച്ചുണ്ടാക്കുന്ന പൊടിയാണ് കറുപ്പ് കളറിന് ഉപയോഗിക്കുന്നത്. അതുപോലെ അരിപ്പൊടിയാണ് വെള്ള കളറിന് ഉപയോഗിക്കുന്നത്. അങ്ങനെയുള്ള 5 തരത്തിലുള്ള പൊടികൾ ഉപയോഗിച്ച് പൂർണ്ണമായും കൈകൊണ്ടാണ്, മറ്റേ ഉപകരണങ്ങളുടെ സഹായം ഒന്നുമില്ലാതെയാണ് കല്ലാറ്റ് കുറുപ്പന്മാരുടെ കളമെഴുത്ത് നടത്തുന്നത്. അത് പൊടി കുടയുന്നതായാലും വരയ്ക്കുന്നതായാലും ഇതിൻ്റെ അളവുകളെല്ലാം വരയ്ക്കുന്ന ആളുടെ മനസ്സിലെ കണക്കുകൾ കൊണ്ടാണ് അത് ആ രൂപം എഴുതിയെടുക്കുന്നത്. കളമെഴുത്ത് പാട്ടിൽ കളം എഴുതി കഴിഞ്ഞാൽ അടുത്തതായിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ അതിൻ്റെ പൂജയാണ്. കളം പൂജ എന്ന് പറയുന്ന ചടങ്ങാണ്. കളം പൂജയ്ക്ക് അതിൻ്റേതായിട്ടുള്ള ഒരു വിധിപ്രകാരമുള്ള പൂജയാണ് അത് നടത്തുക. അതായത് ധൂപം, ദീപം, നേദ്യം, വാദ്യം, വേദം, അങ്ങനെയുള്ള ചിട്ടപ്പെടുത്തിയിട്ടുള്ള ഒരു രീതിയിലാണ് അതിൻ്റെ കളമെഴുത്തിൻ്റെ പൂജ നടത്തുന്നത്. അതിനുശേഷം അഷ്ടദിക് ബാലകന്മാർക്ക്, സപ്തമാതൃകകൾക്ക് ഒക്കെ ആയിട്ടുള്ള ഒരു തിരി വയ്ക്കുന്ന ഒരു ചടങ്ങുണ്ട്. തിരി ഒഴിച്ചിലെന്നാണ് അതിനെ പറയാൻ. ആ ഒരു ചടങ്ങും കൂടി ചെയ്തു കഴിഞ്ഞാൽ സാധാരണ രീതിയിൽ ഏറ്റവും ചുരുങ്ങിയ രീതിയിലുള്ള കളമെഴുത്തുപാട്ടാണ് നടത്തുന്നതെങ്കിൽ ആ തിരിയൊഴിച്ചിൽ ചെയ്യുന്ന ആൾ തന്നെ ആ കളം പൂർണ്ണമായും മാച്ച് അവസാനിപ്പിക്കുന്നതാണ് ഏറ്റവും ചുരുങ്ങിയ രീതിയിലുള്ള ഒരു കളമെഴുത്തുപാട്ട് എന്ന് പറയുന്നത്.
പിന്നീട് ഇത് തന്നെ വിശേഷമായിട്ടുള്ള ഒരുപാട് വിസ്തരിച്ച് എല്ലാ അലങ്കാരത്തോടും കൂടിയിട്ടും അല്ലെങ്കിൽ എല്ലാ എണ്ണങ്ങളോടും കൂടിയിട്ടും കളമെഴുത്തുപാട്ട് നടത്താറുണ്ട്. അങ്ങനെ വരുമ്പോൾ നമ്മൾ ആദ്യം തന്നെ അതിൻ്റെ ഒരു സ്ഥലപൂജ എന്നുള്ള രീതിയിൽ ഈ അരങ്ങ് കെട്ടിയുണ്ടാക്കിയതിൻ്റെ ഉള്ളിൽ ചെറിയൊരു പൂജ നടത്തി ഗണപതിക്ക് വിഘ്നങ്ങളൊന്നും വരാതിരിക്കാൻ വേണ്ടി ഗണപതിക്ക് ഒരു പൂജയൊക്കെ നടത്തി ഏത് മൂർത്തിനെയാണോ കളം പൂജ ചെയ്ത് ആരാധിക്കാൻ തുടങ്ങുന്നത്, അപ്പോൾ ആ മൂർത്തിക്ക് വേണ്ടിയിട്ടുള്ളൊരു ആ മൂർത്തിക്കുള്ളൊരു പൂജയും അതിൻ്റെ കൂടെ തന്നെ ഈ കല്ലാറ്റുകുറുപ്പ് എന്ന് പറയുന്ന നമ്മുടെ സമുദായത്തിൽപ്പെട്ട അവരുടെ ഒരു പാട്ടും ഇതിനോടൊപ്പം ചെയ്യും. അപ്പോൾ അതിൻ്റെ ഒരു സ്ഥലപൂജ എന്ന് പറയുന്ന അതിൻ്റെ പ്രാരംഭമായിട്ടുള്ള ചടങ്ങ് കഴിഞ്ഞു. അതിന് ശേഷമാണ് പിന്നെ ഈ കളം എഴുതി ഉണ്ടാക്കുക. കളമെഴുത്ത് കഴിഞ്ഞിട്ട് വെച്ചെങ്കിൽ പിന്നെ പുറമെ ഒരു സ്ഥലത്ത് നിന്ന് ഇപ്പോൾ അമ്പലങ്ങളിലാണെന്നുണ്ടെന്ന് വെച്ചെങ്കിൽ പുറമേ ഒരു ആൽത്തറയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ആൽത്തറയുടെ അവിടുന്ന് വാദ്യമേള ഘോഷങ്ങളോട് കൂടിയിട്ട് അവിടുന്ന് ഏത് മൂർത്തി തന്നെയാണോ ഉദ്ദേശിക്കുന്നത് ആ മൂർത്തിനെ എഴുന്നള്ളിച്ച് കൊണ്ടുവരികയാണ് ചെയ്യുക. അതിവിടെ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്പലത്തിലാണെങ്കിൽ അമ്പലത്തിൻ്റെ നടക്കിലെത്തിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു വീട്ടിലാണെങ്കിൽ വീടിൻ്റെ മുൻവശത്തെ കളത്തിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ടെങ്കിൽ ഈടും കൂറും ചവിട്ടുക എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചടങ്ങാണുള്ളത്. അതായത് ഇതിന് വെളിച്ചപ്പാട് എന്ന് പറഞ്ഞിട്ടുള്ള കോമരം ഉണ്ടായിരിക്കും. ഈ എഴുന്നള്ളിച്ച് വരുമ്പോൾ കോമരവും കൂടി ഈ വാദ്യമേളങ്ങളുടെ അകമ്പടിയോട് കൂടിയിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ മാരാർ കൊട്ടുന്ന താളത്തിനനുസരിച്ച് വെളിച്ചപ്പാട് ചൂട് വയ്ക്കുന്നതാണ് ഈടും കൂറും എന്ന് പറയുന്ന ചടങ്ങ്. അങ്ങനെ ഈടും കൂറും ചവിട്ടൽ കഴിഞ്ഞിട്ട് വെച്ചെങ്കിൽ കളത്തിൻ്റെ അടുത്തേക്ക് വീണ്ടും കോമരത്തിനെ അല്ലെങ്കിൽ ഈ മൂർത്തിയെ എഴുന്നള്ളിച്ചിട്ടുള്ള ഈ മൂർത്തിനെയും കൂടിയിട്ട് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അവിടെ അതിന് ശേഷം കളപ്രദക്ഷിണം എന്ന് പറയും. കളം പ്രദക്ഷിണം ചെയ്യുന്നത് കോമരമാണ്. അപ്പോൾ കോമരം സാധാരണ രീതിയിൽ നടന്നുകൊണ്ട് പ്രദക്ഷിണം ചെയ്യല്ല ചെയ്യുക. പ്രത്യേകമായിട്ടുള്ളൊരു താളമുണ്ട്. ആ താളത്തിനനുസരിച്ച് ചുവട് വെച്ചിട്ടാണ് കോമരം കളപ്രദക്ഷിണം പൂർത്തിയാക്കുക. അത് ഒരു പ്രദക്ഷിണം മാത്രമാവില്ല, 8 9 അങ്ങനെ ഉള്ള ഈ ചവിട്ടുന്ന എണ്ണത്തിനനുസരിച്ച് കളത്തിൻ്റെ പ്രദക്ഷിണങ്ങളും കൂടി വരും. അത് ഈ കോമരം ചൂട് വയ്ക്കുന്നതിനനുസരിച്ച് അവിടെ മാരാർ ആ താളം കൊട്ടിക്കൊണ്ടിരിക്കണം. അപ്പോൾ ആദ്യത്തെ ഈടും കൂറും എന്ന് പറയുന്ന ചടങ്ങിന് മാരാർ കൊട്ടുന്നതിനനുസരിച്ചാണ് ഇവിടെ കോമരം ചൂട് വയ്ക്കുക എന്നുള്ളതെങ്കിൽ കളപ്രദക്ഷിണം ചെയ്യുന്ന സമയത്ത് കോമരം ചൂട് വയ്ക്കുന്നതിനനുസരിച്ചാണ് മാരാർ ഇവിടെ കൊട്ടുക. അങ്ങനെ കളപ്രദക്ഷിണം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ കളം പൂജയാണ്. കളം പൂജ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അതിൻ്റെ വിധിവണ്ണം അതിൻ്റെ എല്ലാ അലങ്കാരത്തോടും കൂടി ആ ചിട്ടപ്പെടുത്തിയ രീതിയിൽ തന്നെ കളം പൂജ നടക്കും. കളം പൂജയ്ക്ക് സാധാരണ രീതിയിൽ അതിന് ആ പൂജാവിധികൾ പഠിച്ചിട്ടുള്ള പുറമേ ഒരാളാണ് നമ്മൾ ഈ കളം പൂജയ്ക്ക് വേണ്ടിയിട്ട് നിയോഗിക്കുക. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ അരങ്ങ് മുഴുവനായിട്ട് കല്ലാറ്റുകുറുപ്പ് എന്ന് പറയുന്ന ആൾ തന്നെയാണ് കെട്ടിയുണ്ടാക്കുന്നത്. അതുപോലെ തന്നെ അതിലെ രൂപവും ഇന്ന മൂർത്തിക്ക് ഇന്ന ഭാവമാണ്, ഇന്ന രൂപമാണ്, മുഖത്ത് ഇന്ന ഭാവമാണ്, അങ്ങനെ എല്ലാ രീതി അല്ലെങ്കിൽ കയ്യിൽ ഇന്ന ആയുധമാണ് എല്ലാം നിശ്ചയിക്കുന്നു. അത് കാണാൻ വരുന്നവർക്ക് കൃത്യമായിട്ട് മനസ്സിലാവുന്ന രീതിയിൽ അവതരിപ്പിക്കുന്ന എല്ലാം ഈ കുറുപ്പാണെങ്കിലും കൂടിയിട്ട് കളം പൂജ എന്നുള്ളത് ചെയ്യുന്നത് അതിന് പ്രത്യേകം അറേഞ്ച് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് പ്രത്യേകം ഒരാൾ ഏൽപ്പിക്കുകയാണ് ചെയ്യുന്നത്. അത് ചെയ്യാനുള്ള അധികാരം ഈ കുറുപ്പ് എന്ന് പറയുന്ന ഈ കളം എഴുതുന്ന ആൾക്കില്ല. അപ്പോൾ അദ്ദേഹം വന്ന് ആ ചിട്ടപ്രകാരം കളമെഴുത്ത് കഴിഞ്ഞ് കളം പൂജ നടത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത പടി എന്ന് പറയുന്നത് ഈ കളം പാട്ടാണ്. കളം പാട്ട് ഇതുപോലെ മുൻപ് കൂട്ടി ചിട്ടപ്പെടുത്തിയിട്ടുള്ള ഓരോ മൂർത്തികൾക്കും വെവ്വേറെയാണ്. ഇപ്പോൾ പ്രധാനമായിട്ടും ഭദ്രകാളിക്കാണ് പല സ്ഥലങ്ങളിലും കൂടുതലും കളംപാട്ട് നടത്തുന്നത്. പിന്നെ വേട്ടയ്ക്കൊരു മകനുണ്ട്, അയ്യപ്പനുണ്ട്, അന്തിമഹാകാളുണ്ട്, അങ്ങനെ ഓരോ മൂർത്തികളുണ്ട്. അപ്പോൾ ഓരോ മൂർത്തിക്കും ആ മൂർത്തിയുടേതായിട്ടുള്ള സ്തുതിച്ചിട്ടുള്ള പാട്ടുകളുണ്ട്. ആ പാട്ടുകൾ പാടിയിട്ടാണ് തൃപ്തിപ്പെടുത്തുക, ഈ മൂർത്തിനെ തൃപ്തിപ്പെടുത്തുക. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത ചടങ്ങാണ് ഈ തിരിയൊഴിച്ചിൽ എന്ന് പറയുന്ന ചടങ്ങ്. തിരിയൊഴിച്ചിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
അഷ്ടദിക്പാലകന്മാർക്കും സപ്തമാതൃക്കൾക്കും വേണ്ടി അരിയും തിരിയും പൂവൊക്കെ വയ്ക്കുന്ന ഒരു ചടങ്ങാണ്. അവർക്ക് വേണ്ടി മാത്രമായിട്ടുള്ളൊരു പൂജ ഇല്ല. ഒരു അമ്പലങ്ങളായാലും അല്ലെങ്കിൽ ഒരു വീട്ടിലൊരു പൂജ നടത്തുകയാണെന്നുണ്ടെങ്കിലും അഷ്ടദിക്പാലകന്മാർക്കും സപ്തമാതൃക്കൾക്കും മാത്രമായിട്ടുള്ളൊരു പൂജ നടത്താറില്ല. അപ്പോൾ ഇങ്ങനെയുള്ള വിശേഷമായിട്ടുള്ള കളമെഴുത്തുപാട്ട് എന്ന് പറഞ്ഞ ചടങ്ങ് നടക്കുമ്പോൾ ആ കളത്തിനെ 8 ഭാഗങ്ങളാക്കിയിട്ട് അതുപോലെ സപ്തമാതൃക്കൾക്കുള്ള ഓരോ സ്ഥാനങ്ങൾ കൽപ്പിച്ച് നമ്മൾ മനസ്സുകൊണ്ട് കൽപ്പിച്ച് കൊടുത്തുകൊണ്ട് അവർക്കുള്ള അരി, തിരി, പൂവ് അങ്ങനെയുള്ള വയ്ക്കുന്നതാണ് ഈ തിരിയൊഴിച്ചിൽ എന്ന് പറയുന്ന ചടങ്ങ്. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീണ്ടും കോമരം വന്നിട്ട് ഈ കളം മായ്ക്കുന്ന ചടങ്ങാണ്. ഇതിൽ ഈ പുരുഷ രൂപങ്ങൾക്കാണ് കളമെഴുത്തുപാട്ട് നടത്തുന്നതിന് അയ്യപ്പൻ, വേട്ടയ്ക്കൊരു മകൻ, അന്തിമഹാകാളൻ അങ്ങനെയുള്ള പുരുഷ രൂപങ്ങൾക്കാണ് കളമെഴുത്തുപാട്ട് നടത്തുന്നതെങ്കിൽ അതിൽ നാളികേരമേറ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ചടങ്ങും കൂടി വരും. നാളികേരേറ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോമരം 2 കൈകൊണ്ടും ഇരുന്നു കൊണ്ട് 2 കൈകൊണ്ടും മാറി മാറി നാളികേരം എറിഞ്ഞുടയ്ക്കുന്ന ഒരു ചടങ്ങാണ്. അത് ഏറ്റവും ചുരുങ്ങിയ രീതിയിലാകുമ്പോൾ ചിലപ്പോൾ ഒരു നാളികേരം എറിഞ്ഞിട്ട് ആ ചടങ്ങ് അവിടെ അവസാനിപ്പിക്കും. ചില സ്ഥലങ്ങളിൽ 101 ഉണ്ടാവും. ചില സ്ഥലങ്ങളിൽ ഏറ്റവും വിശേഷമായിട്ട് നടത്തുകയാണെന്നുണ്ടെങ്കിൽ അത് 12,001 നാളികേരാണ് പറക്കി കൂട്ടിയിട്ടുണ്ടാവുക. ഈ 12,001 നാളികേരും കോമരം ഒരൊറ്റ ഇരിപ്പിൽ 2 കൈകൊണ്ടും മാറി മാറി എറിഞ്ഞ് അവസാനിപ്പിക്കുന്ന ചടങ്ങാണ് പന്തീരായിരം എന്ന് പറഞ്ഞ വിശേഷക്കളായിട്ട് പുരുഷ രൂപത്തിലുള്ള കളമെഴുത്തുപാട്ട് നടത്തുമ്പോൾ ചെയ്യാറുള്ളത്. അത് കഴിഞ്ഞതിന് ശേഷം വന്നിട്ട് കളം പൂർണ്ണമായും മായ്ക്കുകയും പിന്നെ കൽപ്പന കൊടുക്കലെന്നാണ്. കൽപ്പന എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കോമരം കൊടുക്കുന്നത് ആ ചടങ്ങ് ദൈവം സ്വീകരിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ നമ്മൾ ആ ചെയ്ത ചടങ്ങ് പ്രകൃതിയിലൊരു ശക്തി, ഏത് ശക്തി എന്നുള്ള രീതിയിലാണോ നമ്മൾ ആരാധിച്ചത്, ആ ശക്തി കൈക്കൊണ്ടിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് വെളിച്ചപ്പെട്ടുകൊണ്ട് വെളിച്ചപ്പാട് കോമരം മറ്റുള്ളവരെ അറിയിക്കുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം കളം മാച്ച് കഴിഞ്ഞിട്ടുള്ള ആ പൊടി പ്രസാദമായിട്ട് എല്ലാവർക്കും കൊടുക്കും. അവിടെ വന്നിട്ടുള്ള എല്ലാവർക്കും കൊടുക്കും. അതോടുകൂടിയിട്ട് ഒരു കളമെഴുത്തുപാട്ടിൻ്റെ എല്ലാ ചടങ്ങുകളും കഴിയും. ഇതിൽ ഈ കളമെഴുത്തുപാട്ടിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ളതും ഏറ്റവും കൂടുതൽ നടന്നു വരുന്നതും ഭദ്രകാളിക്കുള്ള കളമെഴുത്തുപാട്ടാണ്. അത് ഈ ഭദ്രകാളിയുടെ തോറ്റംപാട്ട് എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഭദ്രകാളിയുടെ ഉൽപ്പത്തിയും അവതാര ലക്ഷ്യങ്ങളും അവതരിച്ചതിന് ശേഷമുണ്ടായിട്ടുള്ള കാര്യങ്ങളും എല്ലാം കൂടി വിവരിച്ച് പറയുന്നത് ധാരികാവതം പാട്ട് എന്ന് പറയുന്നൊരു പാട്ടിലാണ് ഇതെല്ലാം കൂടിയിട്ട് വിവരിച്ച് പറയുന്നത്. ധാരികാവതം പാട്ട് എന്ന് പറയുന്നത് ഭദ്രകാളിയുടെ ഉൽപ്പത്തിനെ കുറിച്ച് വിവരിക്കുന്ന ഒരു തോറ്റംപാട്ട് എന്നൊക്കെ പറയുമല്ലോ. ഏകദേശം ഒരു 2.5-3 മണിക്കൂറൊക്കെ ഇരുന്ന് ചെല്ലാനുള്ള അത്രയുണ്ട് ധാരികാവതം പാട്ട് എന്ന് പറയുന്നത്. ഈ ധാരികാവതം പാട്ടിൽ കളമെഴുത്തുപാട്ടിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് പ്രതിപാദിക്കുന്നുണ്ട്. ഭദ്രകാളി, ധാരിക എന്ന് പറയുന്ന ഒരു അസുരനെ കൊല്ലാൻ വേണ്ടിയിട്ടാണ് ഭദ്രകാളി ജനിക്കുന്നതെന്നും ശിവൻ്റെയും വിഷ്ണുവിൻ്റെയും അതുപോലെ തന്നെ ബ്രഹ്മാവിൻ്റെയും ശക്തി കൊണ്ട് ആണ് ഭദ്രകാളി ജനിച്ചതെന്നും ശ്രീ മഹാദേവൻ്റെ 3-ാം തൃക്കണ്ണിൽ നിന്ന് ആണ് പിറവിയെടുത്തിട്ടുള്ളത്. അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അതിൽ വ്യക്തമാക്കി പറയുന്നുണ്ട്. ആ അവതാര ലക്ഷ്യം കഴിഞ്ഞപ്പോൾ, അതായത് ധാരികനെ നിഗ്രഹിക്കുക എന്നുള്ള അവതാര ലക്ഷ്യം കഴിഞ്ഞപ്പോൾ ഭദ്രകാളി തിരിച്ച് ശ്രീ കൈലാസത്തിലേക്ക് ചെല്ലുകയാണ്. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ മഹാദേവൻ പറയുന്നത്, ഭദ്രകാളിയുടെ താല്പര്യം ശ്രീ കൈലാസത്തിൻ്റെ വലത്തുവശത്ത് ഇരിക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഭദ്രകാളിക്ക് താല്പര്യം ഉണ്ടാവുക. അവതാര ലക്ഷ്യം കഴിഞ്ഞു, ഇനി അവിടെ കുടികൊള്ളാം എന്നാണ് ഭദ്രകാളി പറയുക. അപ്പോൾ അങ്ങനെയല്ല, ഭൂമിയിൽ പോയിട്ട് അവിടെയുള്ള മനുഷ്യർക്ക് ഒരു കുലദൈവമായിട്ട് വാഴാൻ വേണ്ടിയിട്ടാണ് ഭദ്രകാളിയോട് പറയുക. അപ്പോൾ ഭദ്രകാളി എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാലോ ആ ഒരു രൂപം, ഭാവം. അപ്പോൾ അതൊക്കെ കണ്ടു കഴിഞ്ഞാൽ എന്നെ എല്ലാവരും പേടിക്കുള്ളൂ, അല്ലാതെ എന്നെ ആരും ആരാധിക്കില്ല എന്നുള്ളത് ഭദ്രകാളി ഭയങ്കര വിഷമത്തോടു കൂടി പറയാം. അവതാര ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നന്മ നിലനിർത്താനും തിന്മയെ നശിപ്പിക്കാനും വേണ്ടിയിട്ടായിരുന്നു. പക്ഷേ എന്നാലും കൂടിയിട്ട് എൻ്റെ ഈ രൂപവും ഭാവവും കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതെല്ലാവർക്കും ഉൾക്കൊള്ളാൻ പറ്റില്ല. എല്ലാവരും എന്നെ ഭക്തിയോട് കൂടിയിട്ടല്ല കാണുക, പേടിയോട് കൂടിയിട്ടാണ് കാണുക എന്നുള്ളത് പറയും. അപ്പോൾ അത് അങ്ങനെയല്ല, ശിവൻ സമാധാനിപ്പിക്കുകയാണ്. അങ്ങനെയല്ല മകളെ, നിന്നെ നാനാപ്രകാരത്തിൽ നിന്നെ സ്തുതിക്കും, ആരാധിക്കും,
അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട് കളമെഴുത്തുപാട്ട് എന്നുള്ളതാണ്. 4 കാലുകൊണ്ട് അരങ്ങുണ്ടാക്കി തെക്ക് വടക്ക് കയറ് കെട്ടി കുരുത്തോല ചെമ്പരത്തി എന്നിങ്ങനെയുള്ള അലങ്കാരങ്ങളൊക്കെ ഇട്ട് അതിൻ്റെ ചുവട്ടിൽ നിൻ്റെ രൂപം നിർമ്മിക്കുമെന്നാണ് പറയുന്നത്. അതായത് പച്ചപ്പൊടിക്ക് പകരം ഇലകൾ പൊടിച്ചുണ്ടാക്കുന്നതും, മഞ്ഞപ്പൊടിക്ക് പകരം മഞ്ഞപ്പൊടിയും, വെള്ളപ്പൊടിക്ക് പകരം അരിപ്പൊടിയും, അങ്ങനെ പ്രാഥമികമായിട്ടൊരു 3 വർണ്ണങ്ങളാണ്. പിന്നെ മഞ്ഞപ്പൊടിയിൽ ചുണ്ണാമ്പ് ചേർത്ത് ചുവപ്പും അന്നത്തെ കാലത്ത് കറുപ്പിൽ വെള്ളയും കൂടി ചേർത്തിട്ടാണ് പച്ചപ്പൊടി ഉണ്ടാക്കിയിരുന്നത്. അങ്ങനെയുള്ള പഞ്ചവർണ്ണ പൊടികൾ കൊണ്ട് നിൻ്റെ രൂപം നിർമ്മിച്ച് കിഴക്ക് ഭാഗത്ത് വാളും പീഠവും ഒക്കെ വെച്ച് അതിൻ്റെ ദക്ഷിണ ഭാഗത്ത് നിന്നിട്ട് കൊട്ടാനും വലതു ഭാഗത്ത് കളത്തിൻ്റെ വലതുവശത്ത് ഇരുന്നിട്ട് കല്ലാറ്റ് കുറുപ്പ് എന്ന് പറഞ്ഞ ഈ സമുദായത്തിൽ പെട്ട ആളുകൾ ഇതിൻ്റെ പാട്ട് പാടി നിന്നെ സന്തോഷിപ്പിക്കും, ഗുരുതി തർപ്പണം ചെയ്ത് നിന്നെ സന്തോഷിപ്പിക്കും. ഈ കളമെഴുത്തുപാട്ട് എന്നുള്ളത് ഒരു അഷ്ട ഐശ്വര്യങ്ങൾക്കും കാരണമായിട്ട് തീരും. അങ്ങനെ ഏത് രീതിയിൽ നിന്നെ ഭജിക്കുന്നു ആ രീതിയിൽ നീയും അവർക്ക് അനുഗ്രഹങ്ങൾ കൊടുക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാതെ അഹങ്കാരം എന്നുള്ള രീതിയിൽ നടക്കുന്ന, ഉള്ളത് നശിപ്പിക്കുക എന്നുള്ള രീതിയിൽ നടക്കുന്നവർക്ക് വ്യാധികൾ കൊടുക്കാനും കൂടിയിട്ട് ഭദ്രകാളിക്ക് അനുവാദം കൊടുത്തിട്ടാണ് ശ്രീകൈലാസത്തിൽ നിന്ന് മഹാദേവൻ ശ്രീഭദ്രകാളീനെ ഇങ്ങോട്ട് ലോകത്തേക്ക് ഭൂമിയിലേക്ക് വിടുന്നതെന്നാണ് സങ്കല്പം. അപ്പോൾ സാധാരണ എല്ലാ ജനങ്ങളുടെയും ഒരു അമ്മ ദൈവാരാധന എന്നുള്ള രീതിയിലാണ് ഭദ്രകാളി എന്നുള്ള രൂപം കാണുന്നത്. ഈ ഭദ്രകാളിക്ക് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വഴിപാടായിട്ടാണ് ഈ കളമെഴുത്തുപാട്ട് എന്നുള്ളത്. നമ്മളെ ഈ കല്ലാറ്റ് കുറുപ്പന്മാരുടെ ഈ ഒരു മിത്തോളജി അല്ലെങ്കിൽ ഈ ദാരികാവതം പാട്ട് എന്നുള്ള ഈ ഭദ്രകാളിയുടെ അവതാര ലക്ഷ്യം എന്നുള്ളതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് തരുന്ന അതിൽ നമുക്ക് പ്രതിപാദിച്ച് തരുന്നത്. ഈ കളമെഴുത്തുപാട്ടിൽ കളംപാട്ട് സാധാരണ രീതിയിൽ ആ ചടങ്ങിനോടനുബന്ധിച്ചാണ് ചെയ്യാറുള്ളത്. എന്നാലും കൂടിയിട്ട് ഒരു പാട്ടുണ്ട്. ഈ കളംപാട്ട് എന്ന് പറയുമ്പോൾ തന്നെ ആ പാട്ടിനുള്ള ഒരു പ്രാധാന്യം മനസ്സിലായല്ലോ. ആ ഒരു ചടങ്ങിൽ ആ പ്രാധാന്യം അത് ഒരു പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് ഞാൻ ഒരു 2 വരി ചെറുതായിട്ടൊന്ന് പാടാം. നന്ദുണ്ണിയുടെ ശ്രുതിയോ താളോ അങ്ങനെ ഒന്നും ചേർക്കാതെയാണ് ഞാൻ പാടുന്നത്. അപ്പോൾ ഒരു ഏകദേശം ഒരു സാധാരണക്കാരന് അതിൻ്റെ ഒരു രൂപം കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഒന്ന് ശ്രമിക്കാം. ചെമ്പോനം പുറടി വിരലോ കൈതൊഴുന്നീ ചേവാടിത്തളിരോ കൈ ഇത് ചേപ്പുതൊഴുന്നീ തുമ്പി കൈക്കരമോത്ത തിരുതൂട തൊഴുന്നീ തുകിൽ പാട്ടിനിടയിൽ പോ നുടഞ്ഞാണു കൈ തൊഴുന്നീ. ഈ കളമെഴുത്തുപാട്ട് സ്ഥിരമായിട്ട് ചില അമ്പലങ്ങളിൽ നടത്തി വരാറുണ്ട്. സ്ഥിരമായിട്ട് എന്ന് പറയുമ്പോൾ അവിടെ മുടങ്ങാതെ നടക്കുക അങ്ങനെയല്ല അർത്ഥമാക്കുന്നത്. ചില സമയങ്ങളിൽ ഇപ്പോൾ കാട്ടകമ്പാല അമ്പലത്തിലൊക്കെയാണെന്നുണ്ടെങ്കിൽ മണ്ഡലക്കാലത്തിനോടനുബന്ധിച്ചാണ് അവിടെ കളമെഴുത്തുപാട്ട് കൂടുതൽ നടത്താറുള്ളത്. അതുപോലെ മള്ളിയാർക്കാവ്, വടക്കേ മള്ളിയാർക്കാവ് ഭഗവതി ക്ഷേത്രം, അതുപോലെ അക്കിക്കാവ് ഭദ്രകാളി ക്ഷേത്രം, ഈയാൽക്കാവ്, അവിടെയൊക്കെ കളമെഴുത്തുപാട്ട് നടക്കുന്നത് മണ്ഡലക്കാലത്തിനോടനുബന്ധിച്ചാണ് പാട്ട് നടത്താറുള്ളത്. അപ്പോൾ അവിടെയൊക്കെ സ്ഥിരമായിട്ട് എനിക്ക് പാട്ട് കഴിക്കാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കൂടുതലും അമ്പലങ്ങളിൽ ഈ മണ്ഡലം 41 എന്നുള്ള രീതിയിലാണ് കളമെഴുത്തുപാട്ട് നടത്താറുള്ളത്. കാട്ടകമ്പാല അമ്പലത്തിലൊക്കെ 4 കൈകളോട് കൂടിയിട്ടുള്ള ഭദ്രകാളി രൂപമാണ് എഴുതാറുള്ളത്. നന്നമുക്ക് അമ്പലത്തിലും അങ്ങനെ തന്നെയാണ്. അക്കിക്കാവ് അമ്പലത്തിൽ വരുമ്പോൾ ഭദ്രകാളി എന്നുള്ള സങ്കല്പം തന്നെയാണ് വരുന്നത്. പക്ഷേ വട്ടക്കളമാണ് അവിടെ എഴുതാറുള്ളത്. ഈ വട്ടക്കളം എന്ന് ആ പേരിൽ തന്നെ അതിൻ്റെ സൂചന ഉണ്ടല്ലോ. അത് വട്ടത്തിലാണ് അത് കളം വരിക. അപ്പോൾ ഒരു വട്ടം കഴിഞ്ഞാൽ അതിൻ്റെ പുറമേ അടുത്ത വട്ടം. അപ്പോൾ അതിന് ചിട്ടപ്പെടുത്തിയിട്ടുണ്ട്. ഓരോ വട്ടത്തിലും ആദ്യത്തെ വട്ടത്തിൽ ഷട്കോണ്, അതിന് പുറമേയുള്ള വട്ടത്തിൽ അഷ്ടദളം, അതിന് പുറമേയുള്ള വട്ടങ്ങളിൽ ഭദ്രകാളിയുടെ തന്നെ ഓരോ ദേഹത്തിനെ സൂചിപ്പിക്കുന്നു, തിരുമുടിയെ സൂചിപ്പിക്കുന്നു, വസ്ത്രമായിട്ടുള്ള പട്ടിനെ സൂചിപ്പിക്കുന്നതായിട്ടുള്ള ഓരോ വട്ടങ്ങളാണ് പുറമേ വരിക. അങ്ങനെയാണ് ചെറിയ രീതിയിലുള്ള വട്ടക്കളം. അങ്ങനെയാണ് ഒന്നും കൂടി ഡീറ്റെയിൽ ആയിട്ടുള്ള
വിശേഷമായിട്ടുള്ള രീതിയിലൊക്കെ വട്ടക്കളം എഴുതുകയാണെന്നുണ്ടെച്ചെങ്കിൽ അതിന് പുറമേ ഒരു സ്വസ്തി കൂടി വരും. അങ്ങനെ ആണ് അക്കിക്കാവ് അമ്പലത്തിൽ മണ്ഡലം മുഴുവൻ അങ്ങനെയാണ് കളം എഴുത്തുപാട്ട് നടത്തുന്നത്. അവസാനത്തെ ഒരു ദിവസം മാത്രമാണ് 8 കൈകളോട് കൂടിയിട്ടുള്ള ഭദ്രകാളിയുടെ രൂപം എഴുതുന്നത്. 8 കൈകൾ എന്ന് പറയുമ്പോൾ വലത്തുവശത്ത് വാള്, വട്ടക, ശൂലം, ഹെട്ടാംഗം അങ്ങനെയുള്ള 4 ആയുധങ്ങളാണ് വരിക. ഹെട്ടാംഗം എന്ന് പറയുന്നത് ഒരു ഇരുതല മൂർച്ചയുള്ളൊരു ആയുധമാണെന്നും പറയാറുണ്ട്. അതൊരു ഗ്രന്ഥമാണ്, ഗ്രന്ഥക്കെട്ടാണെന്ന് 2 രീതിയിലും പറയാറുണ്ട്. അതുപോലെ തന്നെ ഇടത്തെ കയ്യിലേക്ക് വന്നു കഴിഞ്ഞാൽ പരിച, ദാരികൻ്റെ തല, പിന്നെ കപാലം, മണി അങ്ങനെയുള്ള ആയുധങ്ങളോട് കൂടിയിട്ടുള്ള 8 കൈകളോട് കൂടിയിട്ടുള്ള ഭദ്രകാളിക്കളാണ് അവസാനത്തെ ദിവസം അക്കിക്കാവ് അമ്പലത്തിൽ കഴിക്കുന്നത്. ഇയാല അമ്പലത്തിലാവുമ്പോൾ അവിടെ എല്ലാ ദിവസവും വട്ടക്കളം തന്നെ, അവസാനത്തെ ദിവസവും വട്ടക്കളം തന്നെ എഴുതിയിട്ട് രൂപമായിട്ട് അവിടെ എഴുതാറില്ല. അങ്ങനെയാണ് കളമെഴുത്തുപാട്ട്. ഈ ഞാൻ കൂടുതലായി കഴിച്ചിട്ടുള്ള അമ്പലങ്ങളിലൊക്കെ കളമെഴുത്തുപാട്ട് ആ ഒരു രീതിയിലാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഈ കളമെഴുത്തുപാട്ടിൻ്റെ ഉത്ഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് കൃത്യമായിട്ട് വേർതിരിച്ച് പറയാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിലാണ് ഇത് കളമെഴുത്തുപാട്ട് കൂടുതൽ നടക്കുന്നതെങ്കിലും ചില കളമ്പാട്ടിൻ്റെ വരികളിലൊക്കെ കുറച്ച് തമിഴ് ടച്ചും കൂടിയും വരുന്നുണ്ട്. അപ്പോൾ ഇത് തമിഴ്നാട്ടിലിത് ഉണ്ടായിരുന്നത് ഇങ്ങോട്ട് വന്നതാണോ, അല്ലെങ്കിൽ ഇത് തമിഴ് സംസ്കാരമുള്ള ആരെങ്കിലും ഇവിടെ വരുമ്പോൾ അത് ചെയ്തിട്ട് അതിലൊരു തമിഴിൻ്റെ ടച്ച് വരുന്നതാണോ എന്നുള്ളത് മുഴുവനായിട്ട് നമുക്ക് അറിയാൻ പറ്റില്ല. എന്നാലും കൂടിയിട്ട് കളമെഴുത്തുപാട്ട് കൂടുതലായി നടക്കുന്നത് നമ്മുടെ കേരളത്തിൽ തന്നെയാണ്. അപൂർവമായിട്ടൊക്കെ പുറമേയുള്ള കേരളത്തിന് പുറമേയുള്ള അമ്പലങ്ങളിൽ ഇപ്പോൾ ബാംഗ്ലൂർ അല്ലെങ്കിൽ തമിഴ്നാട്ടിൽ അല്ലെങ്കിൽ കർണാടകയിൽ അങ്ങനെയൊക്കെ അവതരിപ്പിക്കാറുണ്ട്. ഞാനിപ്പോൾ ഒരു ദുബായിൽ വരെ ഒരു പരിപാടി അവതരിപ്പിക്കാനുള്ള ഒരു ഭാഗ്യം എനിക്ക് കിട്ടിയിട്ടുണ്ട്, വിദേശത്ത് വരെ. അപ്പോൾ നമുക്ക് അവിടെ ഇപ്പോൾ കാലകാലങ്ങളായിട്ട് അമ്പലങ്ങളുണ്ടോ, ആരാധന രീതി ഉണ്ടോ എന്നുള്ളത് നമുക്കതിൻ്റെ ഒരു വിഷയമായിട്ടുള്ളതല്ല. നമ്മളവിടെ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ആരാധന സമ്പ്രദായം പൂർണ്ണമായിട്ടും നമ്മൾ ചെയ്യാണ്. അതിലൊരു ഭാഗം മാത്രമല്ല ചെയ്യുന്നത്, അവിടെ ഒരു ശക്തി ഉണ്ടെങ്കിൽ മാത്രമല്ല നമ്മൾ അത് ചെയ്യുന്നത്. നമ്മളവിടെ ആ ഒരു ശക്തിക്ക്, ഒരു പ്രകൃതി ശക്തിനെ നമ്മൾ ഭദ്രകാളി അല്ലെങ്കിൽ വേട്ടക്കരൻ അല്ലെങ്കിൽ അയ്യപ്പൻ എന്നുള്ള രീതിയിൽ നമ്മൾ ആരാധിക്കാനുള്ള എല്ലാ നമ്മൾ മുൻപ് കൂട്ടി നമ്മുടെ കാരണന്മാർ ചെയ്തിട്ടുള്ള ചിട്ടപ്പെടുത്തിയിട്ടുള്ള ആ രീതിയിൽ 1 മുതൽ എല്ലാം തുടങ്ങുകയാണ്. അപ്പോൾ ഈ ഒരു അരങ്ങ് കെട്ടിയുണ്ടാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെറിയൊരു അമ്പലം പണിതുണ്ടാക്കുന്ന പോലെ അതിനെ ആ രീതിയിലും നമുക്ക് പറയാം. അതുപോലെ തന്നെ അതിലെഴുതുന്ന കളം, അതൊരു വിഗ്രഹം അതിൻ്റെ ഉള്ളിൽ പ്രതിഷ്ഠിക്കുന്ന അതേ രൂപത്തിൽ തന്നെയാണ് അത് എന്താ പറയുക കളം എഴുതിയുണ്ടാക്കുക. അതുപോലെ തന്നെ ഈ വിഗ്രഹം അതിൻ്റെ കണ്ണ് വീഴ്പ്പിക്കുക എന്നൊക്കെ പറഞ്ഞ ചടങ്ങുണ്ട്. അത് ഏകദേശം അവസാന സമയത്താണ് അത് ചെയ്യുക. അതൊരുവിധം കലകളിൽ ഇപ്പോൾ ചുമർ ചിത്രകലകളിലൊക്കെ സാധാരണ പറയും നേത്രോന്മീലനം എന്നൊക്കെ പറയും. അപ്പോൾ അതുപോലെ ആ കണ്ണൊക്കെ ഇത് മിഴിപ്പിക്കുക എന്നൊക്കെ പറയുമ്പോൾ അതിനനുസരിച്ച് ആ ഒരു സമയമുണ്ട്, ആ ഒരു സമയത്താണ് അതൊക്കെ ചെയ്യുക. കളമ്പാട്ടിൻ്റെ ഇന്ന ഭാഗങ്ങളൊക്കെ എഴുതി തീർന്നതിന് ശേഷം മാത്രമാണ് ആ ഒരു ഭാഗത്ത് കണ്ണ് മിഴിപ്പിച്ച് അതിനൊരു ജീവൻ കൊടുക്കുക എന്ന് പറയും. അപ്പോൾ ആ ഒരു രീതിയിൽ എല്ലാ ഒരു മൂർത്തിനെ പൂർണ്ണമായിട്ടും ആരാധിക്കുന്ന, ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, വാദ്യം, വേദം, ഗീതം, നൃത്തം, താളം, വാക്കിന് രസം, മനസ്സിന് വന്ദനം, അങ്ങനെയൊക്കെ പറയാം. അപ്പോൾ ഈ വാദ്യം, വേദം, ഗീതം അങ്ങനെയൊക്കെയുള്ള ഇത് അതിനനുസരിച്ച് തുടർന്നുകൊണ്ടിരിക്കും. അതുപോലെ തന്നെ നിവേദ്യമുണ്ട്. ഈ കളത്തിൽ ഈ പൂജയുടെ സമയത്ത് നിവേദ്യം കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ വാക്കിന് രസം, മനസ്സിന് വന്ദനം എന്നൊക്കെ പറയുമ്പോൾ ഈ ഒരു കളമ്പാട്ട് നടക്കുന്ന സമയത്ത് വരുന്ന എല്ലാവരെയും ദേവന്മാരും ദേവികളും എന്നുള്ളൊരു സങ്കല്പത്തിലാണ് നമ്മൾ കാണുക. ഒരു സാധാരണ ഒരു മനുഷ്യൻ കടന്നു വരുന്നു എന്നുള്ള രീതിയിലല്ല കാണുക. ചിലപ്പോൾ നമുക്ക് ഇഷ്ടമില്ലാത്ത ഒരാളും അവിടെ വന്നാലും അയാളതിനെ അവിടുന്ന് ഒരു രീതിയിലും അയാളുടെ അടുത്ത് മുഖം കറുപ്പിച്ച് ഒന്നും പറയാനോ പ്രതികരിക്കാനോ ചെയ്യാൻ പാടില്ല. അയാൾ വരുന്നത് ഒരു ദേവൻ അല്ലെങ്കിൽ ഒരു ദേവി എന്നുള്ളൊരു സങ്കല്പത്തിലാണ് നമ്മൾ ആ സമയത്ത് നോക്കിക്കാണുക. അങ്ങനെ എല്ലാവിധം സമ്പൂർണ്ണമായിട്ടുള്ള ഒരു മൂർത്തിക്കുള്ള ആരാധന രീതി ചെയ്തുകൊണ്ട് ആ കളം അവിടെ മായ്ക്കുമ്പോൾ അതിൻ്റെ അവസാനം കൂടിയായി.
അതായത് എന്താ പറയുക, സൃഷ്ടി, സ്ഥിതി, സംഹാരം, ആ മൂന്നാമത്തെ ഘട്ടം കൂടി അവിടെ കഴിഞ്ഞാൽ അതെല്ലാം അവിടെ പരിപൂർണമായി. പിന്നെ ഒരു കളമ്പാട്ട് നടത്തി അടുത്ത കൊല്ലം ഇനി അതേ സമയത്ത് അവിടെ കളമ്പാട്ട് നടത്തണം, അങ്ങനെ യാതൊരു നിർബന്ധവുമില്ല. നമുക്കിപ്പോൾ ഒരു തറവാട്ടമ്പലത്തിലോ അല്ലെങ്കിൽ ഒരു ക്ഷേത്രത്തിലോ നമുക്കൊരു കളമ്പാട്ടാണ് നടത്താൻ പറ്റിയത്. അതിപ്പോൾ ഈ ഒരു അവരുടെ ഒരു സൗകര്യം അല്ലെങ്കിൽ ഭക്തജനങ്ങളുടെ സൗകര്യം നോക്കി ഒരു ദിവസം നിശ്ചയിച്ച് കഴിഞ്ഞാൽ അടുത്ത കൊല്ലം അതേ സമയത്ത് തന്നെ അവിടെ വീണ്ടും ഒരു കളമ്പാട്ട് നടത്തിക്കൊള്ളണമെന്ന് യാതൊരു വിധത്തിലുള്ള നിബന്ധനകളും ഇല്ല. പക്ഷേ ഒരു കൊല്ലം ഒരു അമ്പലത്തിൽ ചെന്ന് അല്ലെങ്കിൽ ഒരു തറവാട്ട് അമ്പലത്തിൽ ചെന്ന് ചടങ്ങ് നടത്തിയിട്ടുണ്ടെങ്കിൽ അവിടെ അടുത്ത വർഷം ഒരു കളമ്പാട്ടും കൂടി സാധാരണ രീതിയിൽ നടക്കുകയും ചെയ്യും. അതിങ്ങനെ കൂടി വരും ചെയ്യും. അതാണ് നമ്മുടെ ഒരു അനുഭവത്തിലുള്ളത്. അത് ഈ പറഞ്ഞ പോലെ നമ്മൾ ആരാധിക്കുന്ന ഒരു പ്രകൃതി ശക്തി തന്നെയാണല്ലോ. അപ്പോൾ ആ ഒരു പ്രകൃതി ശക്തിയുടെ ഒരു പോസിറ്റീവായിട്ടുള്ളൊരു ഇത് നമുക്ക് അവിടെ കൂടിയിരിക്കുന്നവർക്കും എല്ലാവർക്കും അത് കിട്ടുന്നതാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇതിലൊന്നും പ്രകൃതിക്ക് ദോഷം ചെയ്യുന്നതായിട്ടുള്ള ഒരു വസ്തുക്കളും ഇതിൽ ഉപയോഗിക്കുന്നില്ല. നമ്മളിപ്പോൾ അരങ്ങൊക്കെ കെട്ടിയുണ്ടാക്കുക എന്ന് പറയുന്ന മരം അല്ലെങ്കിൽ കഴുങ്ക് കൊണ്ടൊക്കെയാണ് ഇത് അരങ്ങ് നിർമ്മിക്കുക. അതുകൊണ്ട് ചൂടിക്കയറ് കൊണ്ട് വലിഞ്ഞ് അങ്ങനെയാണ് ഈ അരങ്ങ് നിർമ്മിക്കുക. അതിൽ പിന്നെ കുരുത്തോല, അതുപോലെ പൂക്കൾ കൊണ്ടുള്ള മാല, അതൊക്കെയാണ് ഇതിൻ്റെ അലങ്കാരമായിട്ട് വരിക. അതുപോലെ ഈ പൊടികളും എല്ലാം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പഞ്ചവർണ്ണ പൊടികൾ, ഇതെല്ലാം പ്രകൃതിയിൽ നിന്ന് കിട്ടുന്നതാണ്. അത് പ്രകൃതിയിൽ തന്നെ ലയിച്ച് ചേരുന്നതാണ്. ഒന്നും പ്രകൃതിക്ക് ദോഷമായിട്ടുള്ള ഒന്നും അവിടെ ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ ഇതിൽ പങ്കെടുക്കുന്നവർക്കും എല്ലാവർക്കും അതിൻ്റേതായിട്ടുള്ളൊരു പോസിറ്റീവായിട്ടുള്ളൊരു വൈബ് അത് ചെയ്യുന്ന ആൾക്കും കിട്ടും. അത് അനുഭവത്തിലൂടെ മാത്രമേ നമുക്കത് എന്താ പറയുക, അത് വേറെ ആൾക്ക് വിവരിച്ചു കൊടുക്കാൻ പറ്റിയ ഒരു കാര്യമല്ല. അത് ചെയ്യുന്ന ആൾക്ക് അനുഭവപ്പെടുന്നതാണ്. അപ്പോൾ അത് ഇക്കൊല്ലം ഒരു കളമ്പാട്ട് നടത്തിയ അടുത്ത കൊല്ലം ഓട്ടോമാറ്റിക്കലി അടുത്ത കൊല്ലം ആ സമയമാകുമ്പോൾ ഇപ്പോൾ ശബരിമലയ്ക്ക് പോകുന്ന ആളുകൾ പറഞ്ഞിട്ടില്ല, എത്രയോ കഠിനമാണ് അവിടെ ശബരിമലയ്ക്ക് പോകാമെന്ന് പറയുന്നത്. കാടിനകത്ത് മലയൊക്കെ കയറിയിട്ട് ഒരു ദേവനെ ദർശനം ചെയ്യുക, ഒരു മൂർത്തിനെ ദർശനം ചെയ്യുക എന്ന് പറഞ്ഞാൽ അത്രയും പ്രയാസമാണ്. പക്ഷേ ഈ കൊല്ലം മലയ്ക്ക് പോയ ആൾ അടുത്ത കൊല്ലം ശബരിമലയ്ക്ക് പോകേണ്ട ഒരു സമയമാകുമ്പോൾ അവർ സ്വാഭാവികമായിട്ടും അവർ മാനസികമായിട്ടും ശാരീരികമായിട്ടും അതിന് തയ്യാറെടുക്കും, പരമാവധി പോവുകയും ചെയ്യും. അതുപോലെ തന്നെ നമുക്കും അതിൻ്റെ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു എനർജി നമുക്കും അതിൽ കിട്ടും, അവിടെ പങ്കെടുത്ത ആൾക്കാർക്കും കിട്ടും, നടത്തിയ എല്ലാവർക്കും കിട്ടും. അതുകൊണ്ട് തന്നെ അടുത്ത വർഷം സാധാരണ രീതിയിൽ അവിടെ നടത്താറുണ്ട്. ഇനി നടത്തിയില്ലെങ്കിലും അതുകൊണ്ട് ഒരു ദോഷവും ഉണ്ടാവാറുമില്ല. ഇത്രയൊക്കെയാണ് കളമെഴുത്തുപാട്ട് എന്ന് പറയുന്ന ചടങ്ങിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള കലയെന്നും പറയാം, കലയെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ചടങ്ങ് എന്ന് പറയാം. രണ്ട് രീതിയിലും പറയാം. ഈ കളമെഴുത്തുപാട്ട് എന്ന് പരമാവധി ഏറ്റവും ചുരുങ്ങിയ രീതിയിൽ ഞാൻ എൻ്റെ അറിവ് വെച്ചിട്ട് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരികയാണ് ചെയ്തത്. എല്ലാവർക്കും മുഴുവനായിട്ടല്ലെങ്കിലും കുറേ കാര്യങ്ങളൊക്കെ ഇതിൽ നിന്നും മനസ്സിലാക്കിയെടുക്കാൻ പറ്റിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാവർക്കും എൻ്റെ നന്ദി, നമസ്കാരം.